ഡോക്ടർ ജിൻഡോ ജോൺ, ഒരു തരത്തിലുള്ള അതോറിറ്റിയും യാതൊരു വിശദീകരണവും നൽകിയിട്ടില്ല ഇതുവരെയും. എന്തെങ്കിലും ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഇങ്ങനെയേ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് ദില്ലി പോലീസും ദില്ലി പോലീസിനെ നിയന്ത്രിക്കുന്ന അധികാര കേന്ദ്രങ്ങളും തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ എന്തു ചെയ്യാനാണ്? അല്ല മാധു, ഇത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായത്, അദ്ദേഹം പറയുന്നത് ഈ പറഞ്ഞ ചില വീഴ്ചകളുടെ കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് പോലീസ് ഉദ്യോഗസ്ഥർ സ്വന്തം നിലയിൽ ചെയ്ത കാര്യങ്ങളാണ് എന്നുള്ളതാണ് ആദ്യം പറഞ്ഞ കാര്യം. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ ഒരു കഴിവ് കെട്ടവനാണെന്നാണ് അദ്ദേഹം പരോക്ഷമായിട്ട് സമ്മതിക്കുന്നത്. ഇനി മറിച്ച് ഈ പറഞ്ഞ പ്രോട്ടോക്കോളും പ്രൊസീജിയേഴ്സും ഒന്നും പാലിക്കാതെ പെല്ലറ്റ് ഗണ്ണും AK-47 ഒക്കെ എടുത്ത് വെടിവെക്കുന്ന ഉദ്യോഗസ്ഥർ രാത്രി കിടന്നുറങ്ങുമ്പോൾ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന AK-47 അല്ലല്ലോ. അവർ രാവിലെ ഡ്യൂട്ടിക്ക് ഹാജരായി അവർ പുറത്തിറങ്ങി വിദ്യാർത്ഥികളെ നേരിടാൻ പോകുമ്പോൾ അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവർ വിദ്യാർത്ഥികളെ യുവജനങ്ങളെ നേരിട്ടത്. അത് സാമാന്യ ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് AI ടൂൾ ഉപയോഗിച്ച് പരിശോധിച്ചില്ല, മറ്റു കാര്യങ്ങളൊന്നും ഇതിനൊരു യാതൊരു ആധികാരികതയും ഇല്ല എന്ന് പറഞ്ഞാൽ ഡൽഹി പോലീസിനെ മിസ്കോട്ട് ചെയ്തതിന് ആ മാധ്യമ സ്ഥാപനത്തിനെതിരെ ഒരു പരാതി കൊടുത്ത് കേസെടുക്കണം. ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങളെ റെയ്ഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ 44 മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ 44 വട്ടം റെയ്ഡും മറ്റ് പ്രതികാര നടപടിയും എടുത്തിട്ടുള്ള ഒരു സർക്കാർ കേന്ദ്ര ആഭ്യന്തര വകുപ്പിനെതിരായിട്ടുള്ള ഇത്തരം തെറ്റായ വാർത്തയാണ് കൊടുത്തതെങ്കിൽ ആ മാധ്യമ സ്ഥാപനത്തിനെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ്. 2, പോലീസ് അമിതാധികാരം പ്രയോഗിച്ചു എന്നതിന് തെളിവില്ല. കാരണം ഏതെങ്കിലും ഒരു ഔദ്യോഗിക ഏജൻസി സമ്മതിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഔദ്യോഗിക ഏജൻസി തന്നെയാണ് ഈ തോന്നിവാസം ചെയ്യാൻ അനുമതി കൊടുത്തിരിക്കുന്നത്. അപ്പൊ പിന്നെ അവർ സമ്മതിക്കോ ഞങ്ങൾ അങ്ങനെ ചെയ്തു എന്ന്? പിന്നെ അദ്ദേഹം പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് എന്തിനാണെന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുന്നത് ആരോപണം തെളിയിക്കുന്ന ദൃശ്യങ്ങൾ വന്നു എന്നാണ്. ആരോപണം തെളിയിക്കുന്ന ദൃശ്യം വരുന്നതിനാണ് തെളിവ് എന്ന് നമ്മൾ സാമാന്യ ബോധമുള്ള മനുഷ്യർ പറയുന്നത്. അദ്ദേഹത്തിന് അത് മനസ്സിലായില്ല. അദ്ദേഹം പറയുന്നത് ഉദ്യോഗസ്ഥർക്ക് തോന്നിയ പോലെ ചെയ്തതിന് അവർക്കെതിരെ നടപടിയെടുത്തു. പക്ഷെ അതിന്റെ അർത്ഥം ആ ഉദ്യോഗസ്ഥർ കുറ്റം ചെയ്തു എന്നുള്ളതല്ല. പക്ഷെ വെടികൊണ്ട കുട്ടികൾക്കും പരിക്കേറ്റ കുട്ടികൾക്കും ഇതിന്റെ കെടുതികൾ അനുഭവിക്കുന്ന മനുഷ്യർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അമിതാധികാര പ്രയോഗം നടത്തിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിന്റെ തോന്നിവാസമാണ് നടന്നിട്ടുള്ളത്. ഉത്തരം പറയാൻ പോലും പറ്റാത്ത രീതിയിൽ ഊതി വീർപ്പിച്ച 56 ഇഞ്ച് നെഞ്ചുകാരൻ ഒളിവിലിരിക്കുകയാണ്. പാർലമെന്റിൽ മറുപടിയില്ല, പൊതുസമൂഹത്തിന് മുമ്പിൽ മറുപടിയില്ല, മാധ്യമപ്രവർത്തകരോട് മറുപടിയില്ല, ചോദ്യങ്ങളെ നേരിടാനുള്ള ധൈര്യമില്ല. ഊതി വീർപ്പിച്ച 56 ഇഞ്ച് നെഞ്ച് ഒളിവിലിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്നതിന് കാരണം ഇത് അമിതാധികാര പ്രയോഗം, അനുമതിയില്ലാത്ത ആയുധങ്ങൾ ഉപയോഗിച്ചു, പ്രോട്ടോക്കോളും പ്രൊസീജിയേഴ്സും പാലിക്കാതെയാണ് വിദ്യാർത്ഥി സമരത്തെ അടിച്ചമർത്താൻ നോക്കിയത് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം നിങ്ങൾ വായിച്ചെടുക്കുന്നത് സംഘപരിവാറിന്റെ ആലയിൽ പൂജിച്ചെടുക്കുന്ന ആ ദിവ്യ വസ്തുക്കൾ മാത്രമാണ്. സാമാന്യ ബോധമുള്ള, പൗരബോധമുള്ള, ജനാധിപത്യ ബോധമുള്ള മനുഷ്യർക്ക് മറ്റൊന്നാണ് മനസ്സിലാകുന്നത്. പോലീസുകാർക്ക് എങ്ങനെയാണ് AK-47 കിട്ടിയെന്ന് പക്ഷെ ആരോട് ചോദിക്കുമെന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? ആരോട് ചോദിക്കും? ഇപ്പം ചർച്ചയിൽ വന്നിരിക്കുന്നവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഉപയോഗിച്ചു എന്ന് വിശ്വസിക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്. ഒരു റിപ്പോർട്ടുകളെയും ആധികാരികമായി എടുക്കുന്നില്ല. പിന്നെ ആരോട് ചോദിക്കും? പാർലമെന്റിൽ ചോദിക്കാൻ പറ്റുമോ? ചോദിച്ച രേഖ സഭയിലില്ല സർ. അല്ല, പാർലമെന്റിലെ രേഖയിൽ നിന്ന് ഇവർ മാറ്റും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എത്ര രേഖയിൽ നിന്ന് മാറ്റിയാലും മനുഷ്യരുടെ മനസ്സിലുണ്ടാകും. അതുകൊണ്ടാണ് കൊച്ചു പിള്ളേർ റോട്ടിലിറങ്ങി സമരം ചെയ്ത് മോദിയെ കൂക്കി വിളിച്ച് മോദിക്ക് അവസാനം തോൽവി സമ്മതിക്കേണ്ടി വന്നത്. ഇവർ പറയുന്നില്ലേ, ഇന്ത്യ സഖ്യം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് നിന്ന് പോരാടിയതിന്റെ പേരിലാണ് TDPയുടെയും JDUവിന്റെയും പൊയ്ക്കാലിൽ ഉയർന്നു നിൽക്കേണ്ട ഗതികേട് നരേന്ദ്രമോദിക്ക് ഉണ്ടായത്, ND സഖ്യത്തിനുണ്ടായത്. സമാനമായ സാഹചര്യം ഉണ്ടാകും. ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കും, ഇവർ ഉത്തരം എത്ര പറയാതിരുന്നാലും ചോദ്യങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ അലയടിച്ചു. പക്ഷെ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഉത്തരം പറയാനില്ലാത്ത ആളുകൾ പേടിച്ചൊളിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ശ്രീ ദാമോദർ പ്രസാദ്, ഇതാണ് ഇപ്പം ഈ പാർലമെന്റിൽ അടക്കമുള്ള കാര്യങ്ങൾ ശരിയാണ്. അവർക്ക് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. ഡോക്ടർ ജിൻഡോ ജോൺ ചൂണ്ടിക്കാണിച്ചതുപോലെ ജനങ്ങളുടെ മനസ്സിലുണ്ടാകും. പക്ഷെ അപ്പോഴും മറുപടി ഇല്ലല്ലോ. ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും പാർലമെന്റ് ചർച്ച ചെയ്യുമെന്നോ ഏതെങ്കിലും ഒരു വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര നേതാക്കൾ വിശദീകരിക്കുമെന്നോ കരുതേണ്ടതുണ്ടോ? ഇവിടെ നമ്മളൊരു കാര്യം, മനുഷ്യാവകാശ കാഴ്ചപ്പാടിൽ പോലീസിൻ്റെ മനോവീര്യം, അത് ഏത് ഭരണാധികാരി പോലീസിൻ്റെ മനോവീര്യം സംരക്ഷണം എന്ന് പറഞ്ഞാലും ചോദ്യം ചെയ്യപ്പെടും. അത് നരേന്ദ്രമോദിയാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും ഇനി ആരാണെങ്കിലും അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. കാര്യം മനുഷ്യാവകാശ കാഴ്ചപ്പാടിൽ പൗരൻ, നിസ്സഹായനായ നിരായുധനായ പൗരന് നേരെ തോക്കുയർത്തുകയോ അത് അടിച്ചൊതുക്കുകയോ ചെയ്താൽ നമ്മൾ പറയില്ല, മനുഷ്യാവകാശം പറയില്ല. ഈ ഭരണത്തിൻ്റെ കൂടെ നിൽക്കുന്നവർക്കും ഭരണാവകാശക്കാരും പറയുന്ന കാര്യമാണ് പോലീസിൻ്റെ മനോവീര്യം. പക്ഷേ മനുഷ്യാവകാശത്തിൻ്റെ കാഴ്ചപ്പാടിൽ അതെവിടെ ആയിക്കോട്ടെ, അതാണ് പ്രതിപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത്. മനുഷ്യാവകാശത്തിനും പൗരാവകാശത്തിനും ഭരണ കാഴ്ചപ്പാടിൽ പോലീസിൻ്റെ മനോവീര്യം അല്ല പ്രധാനപ്പെട്ട കാര്യം. ഈ പാവപ്പെട്ട മനുഷ്യർ പെല്ലറ്റിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ സർക്കാരിൻ്റെ പ്രാഥമിക ചുമതല അവരോടാണ്.
അത് സർക്കാർ അന്വേഷിക്കും. പക്ഷേ ബഹുമാനയുടെ പ്രധാനമന്ത്രി ഇന്ന് വരെ പത്രസമ്മേളനം വിളിക്കാത്ത നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യം ഇത്ര സംഭവം എന്ന് വെച്ചാൽ ഇന്ന് പാർലമെൻറ്റിൽ വരാനുള്ള ബാധ്യത സ്വാഭാവികമായിട്ട് പ്രധാനമന്ത്രിക്ക് അതുപോലെ ആഭ്യന്തരമന്ത്രിക്കുണ്ട്. പക്ഷേ അവർ വന്നില്ല. അത് കാണിക്കുന്ന വലിയ ഉത്തരവാദിത്തമാണ്, അത് കാണിക്കുന്ന സുതാര്യതയാണ്, അത് കാണിക്കുന്നത് ഞങ്ങൾ എത്രമാത്രം ശരിയാണ്. പക്ഷേ അത് തയ്യാറല്ല. കാര്യം അവരിൽ ഭൂരിപക്ഷം ഉണ്ട്. ആ ഭൂരിപക്ഷാത്മകത എന്ന് വെച്ചുകൊണ്ടല്ല ഒരു പ്രതിപക്ഷത്തെയും ജനാധിപത്യത്തിലുണ്ട്. കാര്യം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന വേറെ ജനമുണ്ട്. ഈ ഒരു പത്രസമ്മേളനത്തിൽ നടത്തി, ഞാൻ നേരത്തെ പറഞ്ഞു, പത്രസമ്മേളനത്തിൽ ഒന്ന് പ്രസ്താവന നടത്തി. അപ്പോൾ ടൂൾസ് നടത്തിയിരുന്നത് ഇത് റഹീം പറഞ്ഞല്ല, ടൈംസ് ഓഫ് ഇന്ത്യ മാത്രമല്ല, NDTV, അതായത് അദാനി ഓൺ ചെയ്ത NDTV റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, വെബ്സൈറ്റിൽ നോക്കി NDTV റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യ മാത്രമല്ല, പല പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. ഈ റിപ്പോർട്ട് ചെയ്ത കാര്യം വസ്തുത അടിസ്ഥാനത്തിലേക്ക് അവർ സോഴ്സ് കോട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യണം, വെറും കോട്ടല്ല, കോട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യാണ്. ഇതുപോലെ നമ്മൾ കണ്ട ഒരു പിക്ചറാണ്. ഈ ടൂൾസ് നമുക്ക് ദൃശ്യം എടുക്കാൻ പറ്റില്ല. നമ്മൾ AK-47 കണ്ടു. അപ്പോൾ ഒരു പൗരാവകാശ സമരത്തിനെതിരെ, സംഘടിക്കാനുള്ള സമരത്തിനെതിരെ, നമ്മൾ അണ്ണാസാരുടെ സമരം നടക്കണം കണ്ടിട്ടുണ്ടല്ലോ, അതിനെതിരെ വല്ല ആരെയും തോക്ക് ഉയർത്തണം കണ്ടിട്ടുണ്ടോ? ഞാൻ അതിന് ആ സമരത്തിന് ആ കാലത്തും ഓർത്താലറിയാം ആരെങ്കിലും കൂടെ. അപ്പോൾ സമരത്തോട് പുറത്തുന്ന സഹിഷ്ണുത എന്നുള്ളത് ഒരു സമീപനത്തിന് ആധാരമായി നിൽക്കുന്ന കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പ്രധാനപ്പെട്ട കാര്യത്തിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ പറയുന്ന പ്രദക്ഷിണക്കാരൻ ഈ ഭൂരിപക്ഷാത്മകത എന്നുള്ളത് എന്തും ചെയ്യാനുള്ള അവകാശമായിട്ട് കാണുന്നത് ഒരു തരത്തിനായിരിക്കും. പക്ഷേ ഒരുപക്ഷെ നമുക്ക് ഈ സമരം നൽകുന്നൊരു പാടുണ്ട്, ഈ നിർഭയത്വം തിരിച്ചടി ഉണ്ടാവും, അത് സംശയമില്ല. കാര്യം നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BJP-യിൽ തന്നെ അനേകം മനസ്സുണ്ട്. അതുകൊണ്ടാണല്ലോ TG മോഹൻദാസിനെ പോലെ ഒരു ഏറ്റവും ഹീനമായ കാര്യം പറഞ്ഞാൽ അവർക്ക് തള്ളി പറയേണ്ടി വന്നതുകൊണ്ടാണ്. തള്ളി പറയാൻ നിർബന്ധമായ കാര്യം ഇതുപോലെ പല ആൾക്കാരും കേരളത്തിലുണ്ട്. തള്ളി പറയുന്നത് തന്നെ ഇതിനുപോലും പിടിച്ചേക്കാൻ പറ്റില്ല. അതാണ് പ്രധാനം. അപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ പല ആൾക്കാർക്ക് മനസ്സിലായി ഈ സമരത്തിന് വേറെ ഒരു ശരി ഉയർത്തിയ സമരമാണ്. ആ സമരത്തെ അടിച്ചൊതുക്കിയാൽ അത് അതിൻ്റെയൊക്കെ തന്നെ ചോദ്യം ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ വിഭജനം അതിൻ്റെയൊക്കെ തന്നെ ഉണ്ടാവും. ഇത് ആത്യന്തികമായിട്ട് സർക്കാരിനെ പ്രതിസന്ധിയിലേക്ക് കൂടുതൽ കൊണ്ടുപോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. Debate with Madhu Saji.